ഹിന്ദു മിത്തോളജി അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. കൽക്കി എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ സ്പോയിലേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. പുരാണങ്ങളിലാണ് കൽക്കിയെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 പുരാണങ്ങളിലാണ് കൽക്കിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്: വിഷ്ണു പുരാണം, ഭാഗവത പുരാണം, കൽക്കി പുരാണം. കൽക്ക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ കൽക്കി എന്ന പേരുണ്ടാകുന്നത്. കൽക്ക സൂചിപ്പിക്കുന്നത് ഇരുട്ടിനെയാണ്. ഹിന്ദു മിത്തോളജി അനുസരിച്ച് കാലഘട്ടങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും: ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, സത്യയുഗം. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കലിയുഗമാണ്. കലിയുഗത്തിൽ തന്നെ വളരെയധികം തീവ്രതയേറിയിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. അതാണ് ഘോര കലിയുഗം. ആ കാലഘട്ടത്തിൽ തീമഴ പെയ്യുമെന്നും ഇവിടെയുള്ള നദികളൊക്കെ വറ്റി വരണ്ടു പോകുമെന്നും മഴ പെയ്യില്ല എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഭൂമി പൂർണ്ണമായിട്ടും ഭരിക്കുന്നത് കലിയും കലിയുടെ ഫോളോവേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റൊരാളുടെ കീഴിലല്ല ആ കാലഘട്ടത്തിൽ ഭൂമിയുള്ളത്. നിരവധി ആളുകളുണ്ട്. വളരെയധികം അഴിമതി നിറഞ്ഞിട്ടുള്ള വളരെ ദുസ്സഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കലിയുഗം. അതിൻ്റെ അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴേക്കും ജീവിതം ഇവിടെ അസഹ്യമായിട്ട് മാറുന്നതാണ്. മാത്രമല്ല, വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല, അവർക്ക് ആരാധിക്കാൻ സാധിക്കുന്നതല്ല. യാഗങ്ങളും മറ്റ് റിച്വൽസും ഒന്നും നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെയാകുമെന്നും പറയപ്പെടുന്നു. എന്നാൽ കലിയുടെ ഭരണം ഒന്നും തന്നെ നടപ്പിലാകാത്ത ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു കിങ്ഡം നിലവിലുണ്ട്. ആ കിങ്ഡം പുരാണങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 2024 പോലും നിലവിലുണ്ട്. പക്ഷേ മറ്റാർക്കും കാണാൻ സാധ്യമാകാത്ത അദൃശ്യമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് ശംഭാല. ഹിമാലയത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മറ്റാർക്കും അത് കാണാൻ സാധിക്കുന്നതല്ല. ആ ഗ്രാമത്തിലുള്ളവർക്ക് മാത്രമേ അവിടെ കഴിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൽക്കിക്കും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനും ഇവിടെ അതിക്രമിച്ച് കടക്കാൻ സാധ്യമായില്ല. ആ പ്രദേശത്തു മാത്രമാണ് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ മാത്രമാണ് സമാധാനമുള്ളത്. ശംഭാല എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സമാധാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ശംഭു എന്ന സംസ്കൃത വാക്കാണ് ശംഭാല എന്ന പേരിന് കാരണമായി മാറുന്നത്. അതിമനോഹരമായ രീതിയിലാണ് ശംഭാലയെ പുരാണങ്ങളിൽ വിവരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിന് ഒരു താമരയുടെ രൂപസാദൃശ്യമാണുള്ളത്. 8 ഇതളുകളുള്ള ഒരു താമര. അവിടെയുള്ളവരൊക്കെ തന്നെയും ഈശ്വര വിശ്വാസികളാണ്. അവിടെയുള്ള ഗ്രാമവാസികൾപ്പെട്ട 2 ആളുകളുണ്ട്: വിഷ്ണുയാസയും സുമതിയും. 2 പേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. 2 പേരും വിഷ്ണു ഭക്തന്മാർ തന്നെയാണ്. വിഷ്ണുയാസ സ്ഥിരമായിട്ട് വിഷ്ണുവിനെ തപസ് ചെയ്യുമായിരുന്നു. അവരുടെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് അടുത്ത കുഞ്ഞ് ജനിക്കണം. ആ കുഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്ത പുനർജന്മമായിരിക്കണം. വിഷ്ണുവിന് മൊത്തത്തിൽ 10 അവതാരങ്ങളാണ് ഉള്ളത്. ഓരോ കാലഘട്ടങ്ങളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, തിന്മ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഓരോ അവതാരങ്ങളും പുനർജനിക്കുന്നത്. 9 അവതാരങ്ങൾ കഴിഞ്ഞു. 10ാമത്തെ അവതാരം ഭാവിയിൽ വരാൻ പോകുന്ന അവതാരമാണ്. ആ അവതാരം ഉണ്ടാകുന്നത് ഈ വിഷ്ണുയാസയിലൂടെയും അതുപോലെ സുമതിയിലൂടെയുമാണ്. അങ്ങനെ തപസ്സുകളുടെയും യാഗങ്ങളുടെയും ഒക്കെ ഒടുവിൽ വിഷ്ണുയാസയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. തൻ്റെ 10ാമത്തെ അവതാരം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മകനായിട്ടായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. അധിക ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ സുമതി ഗർഭിണിയാവുകയാണ്. അവർക്ക് സുന്ദരനായിട്ടുള്ള കൽക്കി എന്ന ഒരു പുത്രൻ ജനിക്കുകയാണ്. ദിവ്യശക്തികളോട് കൂടിയിട്ടുള്ള ഒരു പുത്രൻ തന്നെയായിരുന്നു. വിഷ്ണുയാസയ്ക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഉറപ്പുമുണ്ടായിരുന്നു. ഉപരിപഠനത്തിന് വേണ്ടി, കൂടുതൽ അഭ്യാസങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൽക്കിയെ അയക്കുന്നത് പരശുരാമൻ്റെ അരികിലേക്കാണ്. പരശുരാമൻ വിഷ്ണുവിൻ്റെ ഒരു പഴയകാല അവതാരമാണെന്നുള്ള കാര്യം കൂടി ഇവിടെ നമ്മൾ ഓർക്കണം. പരശുരാമൻ്റെ കീഴിൽ ഒരുപാട് അഭ്യാസ മുറകളൊക്കെ തന്നെയും കൽക്കി മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. കൽക്കി പിന്നീട് പോരാടാൻ തുടങ്ങുന്നത് ഒറ്റയ്ക്കായിരുന്നില്ല. അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിരവധി ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വെള്ള നിറത്തോട് കൂടിയിട്ടുള്ള കുതിരയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുതിരയുടെ പേര് ദേവദത്തൻ എന്നായിരുന്നു. ആ വെള്ള നിറം സൂചിപ്പിക്കുന്നത് തന്നെ വേഗതയും ഇരുട്ടിനെ അകറ്റാനുള്ള ഒരു ആയുധവുമായിട്ടാണ്. ആ കുതിര പുറത്തേറി നിരവധി യുദ്ധമുഖങ്ങളിലേക്ക് കടക്കുകയാണ് കൽക്കിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും. ആ യുദ്ധങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുകയാണ്. ഏറ്റവും പ്രബലരായിട്ടുള്ള 2 സഹോദരന്മാരെയും തോൽപ്പിക്കുന്നുണ്ട്. കോക, വിഗോക എന്നാണ് ആ സഹോദരന്മാരുടെ പേര്.
അവരെയെല്ലാം തുടച്ചു നീക്കിയതിന് ശേഷം വീണ്ടും ഇവിടെ ഐശ്വര്യം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. കലിയുടെയും മറ്റ് ഫോളോവേഴ്സിൻ്റെയും ഒക്കെ ആജ്ഞ അനുസരിച്ച് ഭൂമിയിൽ ഒരിടത്തും ഒരു രീതിയിലുള്ള യാഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നില്ല. യാഗങ്ങൾ നടക്കാത്തതുകൊണ്ട് തന്നെ ഈശ്വര സാന്നിധ്യം എങ്ങും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വീണ്ടും ഈശ്വരൻ ഉണ്ടാകണം, പുതിയൊരു യുഗം ഉണ്ടാകണം, കലിയുഗം അവസാനിക്കണം, സത്യയുഗം ആരംഭിക്കണം. അതിനുവേണ്ടി ഒരു യാഗത്തിന് തുടക്കം കുറിക്കുകയാണ് കൽക്കി. യാഗത്തിൻ്റെ ഒടുക്കത്തോടുകൂടി കലിയുഗം അവസാനിക്കുകയാണ്, സത്യയുഗം ആരംഭിക്കുകയാണ്. മുൻപുണ്ടായിരുന്നതിലും കൂടുതൽ ഐശ്വര്യമുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു ലോകം അവിടെ പിറക്കുകയാണെന്നാണ് മിത്തോളജിയിൽ പറയുന്നത്. സത്യയുഗത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട്, കൃതായുഗം. അങ്ങനെയും അത് അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഹിന്ദു മിത്തോളജി മാത്രമാണ്. ഇതിനെ നമ്മൾ ആ രീതിയിൽ മാത്രമാണ് കാണേണ്ടത്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലുള്ള ശാസ്ത്രീയ വശവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഹിമാലയത്തിലെ ഹിഡനായിട്ടുള്ള ആ ഗ്രാമത്തെ അന്വേഷിച്ച്, ആ കിങ്ഡത്തെ അന്വേഷിച്ച് നിരവധി ആളുകൾ ഹിമാലയം കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും തന്നെ അത് കാണാൻ സാധ്യമായിട്ടില്ല. പക്ഷേ പല വിശ്വാസികളും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോഴും ഹിമാലയത്തിലെ ഏതോ ഒരു രഹസ്യ കോണിൽ ആർക്കും കാണാൻ സാധിക്കാത്ത ശംബാല എന്ന് പറയുന്ന ആ ഒരു അദൃശ്യ ഗ്രാമം ഉണ്ടെന്നാണ്. അവിടെ ജനിക്കാൻ പോകുന്ന കൽക്കിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസികൾ നിരവധിയുണ്ട്. വിശ്വാസങ്ങൾ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ സ്വയം സമാധാനിക്കുന്നത് ഇത് കലിയുഗമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമെന്നാണ്. ഇതിൻ്റെയൊക്കെ ഒടുക്കം മനോഹരമായിട്ടുള്ള കൽക്കിയുടെ ജനനമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് ദുർഘടഘട്ടത്തിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വിശ്വാസികൾക്ക് മാത്രമേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നല്ല. അവിശ്വാസികളായിട്ടുള്ള ആളുകളും ധാരാളമായിട്ട് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് മോശമായിട്ടുള്ള സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് ഈ വിശ്വാസത്തിൻ്റെയും മിത്തോളജികളുടെയും സഹായം അനിവാര്യമാണ്. അവർ അത് അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. സമാധാനപരമായിട്ടുള്ള ജീവിതം അത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു സമാധാന ജീവിതം തന്നെ ഉണ്ടാകട്ടെ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കലികളായിട്ട് മാറാൻ സാധ്യമാകട്ടെ. കലി യഥാർത്ഥത്തിലുള്ള വാൾ ഉപയോഗിച്ചിട്ടാണ് യുദ്ധം ചെയ്തതെങ്കിൽ നമുക്ക് സമാധാനത്തിൻ്റെ ആശയത്തിൻ്റെ വാൾ ഉപയോഗിക്കാവുന്നതാണ്. അനീതിക്കെതിരെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ എന്തുമാത്രം അനീതി സംഭവിച്ചാലും നന്മയുള്ള ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അവർ നന്മ ഇവിടെ പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, അതിന് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ നന്മ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോഴും 100% നന്മ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതൊരു ഐഡിയൽ കേസ് മാത്രമാണ്. 100% എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. അത് എന്ത് രീതിയിലാണെങ്കിലും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഏതൊരു വിഷയം എടുത്താലും അവിടെ 100% എന്ന് പറയുന്നത് നടക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ 100% ആണെങ്കിൽ ഈ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമില്ലാതെയാകും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും മാത്രമേ ഉള്ളൂ എങ്കിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വില പോലും ഇല്ലാതെയാകും. അതൊക്കെ വളരെ ബോറനായിട്ടുള്ള ഒരു ലൈഫായിരിക്കും നമുക്ക് സമ്മാനിക്കുക. അതുകൊണ്ട് തന്നെ അല്പം തിന്മ ഉണ്ടായിരിക്കണം, എന്നാൽ ബഹുഭൂരിപക്ഷവും നന്മ തന്നെ ആയിരിക്കണം.